വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു വാനില സ്പോഞ്ച് കേക്കാണ്. ഓവണോ ബീറ്ററോ മുട്ടയോ ഒന്നുമില്ലാതെയാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനായിട്ടുള്ള സാധനങ്ങൾ: 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 കപ്പ് പൗഡർ ഷുഗർ, 1 കപ്പ് മൈദ. ഇനി നമുക്ക് വേണ്ടത് ഒരു 3/4 കപ്പ് പാല്, 1/4 കപ്പ് ഓയിൽ, പിന്നെ 2 ടീസ്പൂൺ നാരങ്ങ നീര്. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ആദ്യം നമ്മൾ മോൾഡിൽ ഓയിൽ പുരട്ടി കൊടുക്കുകയാണ്. ശേഷം കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് തട്ടി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് രണ്ടും കൂടി ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത് രണ്ടും ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി അരിച്ച് വയ്ക്കാം. ഇപ്പോൾ ഇത് ഞാൻ രണ്ടും കൂടി ഒന്ന് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബാറ്റർ റെഡിയാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് പാല്, ശേഷം പൗഡർ ഷുഗർ കൂടി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 1-2 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്യാണ്. കാൽ കപ്പ് ഓയിൽ മുഴുവനും ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലും പാലും കൂടി നന്നായി യോജിക്കുന്ന വരെ നമ്മൾ കുറച്ച് നേരം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു 3 ബാച്ചായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പോവുകയാണ്. തരികളൊന്നും ഇല്ലാതെ നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അടുത്ത ബാച്ചും നമ്മളിങ്ങനെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്തിട്ടാണ് നമ്മളെ ബാറ്റർ തിക്കാക്കി എടുക്കുന്നത്. നമ്മളിപ്പോൾ ബാക്കിയുള്ള ഫ്ലോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തരികളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുത്ത് നമ്മളെ പെർഫെക്റ്റ് ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഒരു 2 ടീസ്പൂൺ നാരങ്ങ നീര്. ഇനി ഒരു സ്പൂണോ സ്പാച്ചുലയോ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇതാ നമ്മളെ ബാറ്റർ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മോൾഡ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് എള്ള് കൂടി വിതറി കൊടുക്കുന്നുണ്ട്. ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് ഉപ്പ് വിതറി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോളം ഞാനൊന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കേക്ക് മോൾഡ് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 50 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്ത്. നമ്മളിതിൽ മുട്ടയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഒരു 50 മിനിറ്റോളം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 50 മിനിറ്റിന് ശേഷമാണ് ഇത് തുറന്നു നോക്കിയിട്ടുള്ളത്. അപ്പം നമ്മുടെ കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കേക്ക് നല്ല സോഫ്റ്റാണ്, അതുപോലെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം.
ഇത് ശരിക്കും ഒരു ടീ കേക്ക് മാത്രമായിട്ടല്ല, ഒരു വാനില കേക്കിൻ്റെ ബേസായിട്ടോ അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റ് കേക്ക്, ബട്ടർ സ്കോച്ച് കേക്ക്, ഇതിൻ്റെയൊക്കെ ബേസായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ സിമ്പിൾ വാനില സ്പോഞ്ച് കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചിയാണ്. എല്ലാവർക്കും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.